നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അപമാനിച്ചവർക്ക് കുറ്റബോധമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് സങ്കടമുണ്ട്. ഹരിതേ, ഞാൻ പറയുന്നത് എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. അനുജ വാ. അനിയന് എന്തോ പ്രശ്നം അലട്ടുന്നുണ്ട്. അത് വീട്ടേക്ക്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നാളെ പരിഹരിക്കാം. ഞാൻ വന്ദനെ വിളിക്കാം. അയ്യോ, അതൊന്നും വേണ്ട എടുത്തി, ഞാൻ തന്നെ സംസാരിച്ചോളാം. ശരി, നിന്റെ ഇഷ്ടം പോലെ. വന്ദനെ തല്ലിയെന്ന് എടുത്തോട് എങ്ങനെ പറയും? നിയമങ്ങളുള്ള ഇഷ്ടക്കൂടുതലുകൊണ്ട് ആ സമയത്ത് അങ്ങനെ സംഭവിച്ചു പോയതാണ്. എല്ലാവരും അതിനെ ചൊല്ലി ടെൻഷനിലാണ്. എനിക്ക് വന്ദനോട് ഒരു ദേഷ്യമില്ലെന്ന് ഞാൻ എങ്ങനെ അവളെ അറിയിക്കും? ജഗ, അമ്മേ, അമ്മേ, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് ജഗനെ കുറിച്ച് പറയാനുള്ളത്. എനിക്ക് മാത്രം അറിയാവുന്ന ചില സത്യങ്ങളാ. ആരോടും പറയാത്ത കാര്യങ്ങളാ. അത് കേട്ടാ ഒരു പക്ഷെ ജഗനെ ഞാൻ തല്ലിയതില് തെറ്റില്ല എന്ന് നിങ്ങൾ സമ്മതിച്ചേക്കും. സുചിത്രേ, കറികൾക്ക് തേങ്ങ അമ്മിക്കല്ലിൽ അരച്ച് നീ ബുദ്ധിമുട്ടണ്ട. മിക്സിയിൽ അടിച്ചാ മതി. മിക്സിയിലടിക്കുന്നത് അച്ഛന് ഇഷ്ടപ്പെടില്ല. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളല്ലേ ഇവിടെ നടക്കുന്നത്. ഇനി പ്രത്യേകിച്ച് ആരെയും പ്രീതിപ്പെടുത്തേണ്ട ആവശ്യമില്ല. അമ്മേ, ഏട്ടത്തിക്ക് എന്നോട് ദേഷ്യമായിരിക്കും. ദേഷ്യപ്പെടാനും ഇഷ്ടപ്പെടാനും ഒക്കെ ഞാൻ ആരാ? വന്ദന ജഗനെ തല്ലിയത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. നിനക്ക് ജഗന്റെ ദോഷങ്ങളെ പലതും പറയാനുണ്ടാകും. പക്ഷേ അതൊക്കെ നിന്റെ ഭാഗങ്ങൾ ന്യായീകരിക്കാൻ വേണ്ടി നീ പറയുന്ന നുണക്കഥകളാണെന്നേ ആരും വിശ്വസിക്കും. ഞാനും അങ്ങനെ തന്നെയാ വിശ്വസിക്കുന്നത്. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഇന്നലെ രാത്രി ഞാൻ വന്നപ്പോ വളരെ വൈകി. അതുകൊണ്ടാ നിന്നെ വിളിച്ച് ഞാൻ സംസാരിക്കാത്തത്. എന്താ മോളെ കേൾക്കുന്നത്? നീ ജഗന്റെ ചെകിട്ടത്തടിച്ചെന്നോ? നീ എന്താ ഇങ്ങനെ സംസ്കാരമില്ലാതെ പെരുമാറിയത്? ദിയമോള് വണ്ടിയിൽ നിന്ന് വീണ് പരിക്ക് പറ്റി. നിന്നെപ്പോലെ ദിയമോളുടെ ആത്മബന്ധമുള്ള ഏത് പെണ്ണിനും നല്ല വിഷമം ഉണ്ടാവും, സമ്മതിച്ചു. എന്നുവെച്ച് കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയാതെ ഒരാളെ തല്ലുക എന്നൊക്കെ പറഞ്ഞ ജഗനോട് അതിക്രമം കാണിച്ചത് തെറ്റായിപ്പോയി മോളെ. ജഗനെ മനുഷ്യത്വമുള്ളവനാ. ന്യായം മാത്രം നോക്കി പ്രവർത്തിക്കുന്ന ഒരു പരോപകാരിയാ. അവന്റെ ഗുണം കൊണ്ടല്ലേ നീ ഇപ്പൊ ജയിലിൽ പോകാതെ ഇവിടെ വന്ന് നിൽക്കുന്നത്.
അതൊന്നും ഓർക്കാതെ നന്ദികേടാണല്ലോ നീ ചെയ്തേ. നിന്നോട് സ്നേഹത്തോടും സഹതാപത്തോടും കൂടി മാത്രമേ ഞാൻ പെരുമാറിയിട്ടുള്ളൂ. എനിക്ക് പോലും നിന്നോട് ഇപ്പൊ ദേഷ്യം തോന്നുവാ. മോളെ, ഈ ലോകത്ത് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ക്ഷമാശീല എന്റെ ഭാര്യ ചന്ദ്രികയാണ്. ജഗന്റെ കാല് പിടിച്ച് നീ മാപ്പ് പറയണമെന്ന് അവൾ ആവശ്യപ്പെട്ടെങ്കിൽ അത് തികച്ചും ന്യായമാ. അത് എന്റെ മോള് ചെയ്യണം. എന്നെ തട്ടിക്കൊണ്ടുപോയി അപമാനിക്കാൻ ശ്രമിച്ചവനാണ് ജഗൻ എന്ന കാര്യം ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ ന്യായീകരിക്കാൻ ഞാൻ കെട്ടിച്ച കഥയാണെന്നേ ഇവരും വിശ്വസിക്കൂ. എല്ലാ കുരമ്പുകളും ഏറ്റുവാങ്ങി മൗനം പാലിക്കുക, അത് തന്നെയാ ഇനിയും കോമാളിയാവുന്നതിലും നല്ലത്. നീ ഇന്ന് ഓഫീസിലേക്ക് നേരത്തെ പോവാണോ മോളെ? അല്ല അച്ഛമ്മേ, ചേട്ടനെ എനിക്കൊന്ന് കാണണം. ഞാൻ വീട്ടിലേക്ക് പോവാ. എന്റെ ഏട്ടനോട് എന്റെ ഭർത്താവിന്റെ വീട്ടുകാർ ചെയ്ത തെറ്റിന് എനിക്ക് മാപ്പ് പറയണം. അപമാനിച്ചവർക്ക് കുറ്റബോധമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് സങ്കടമുണ്ട്. ഹരിതേ, ഞാൻ പറയുന്നത് എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. അനുജ് വാ. അച്ഛാ, അച്ഛമ്മേ, ഞങ്ങള് പോയിട്ട് ഓ, വരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.